അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും ഓൻ്റെ ഷൂ തുടക്കലും. ഇപ്പൊ ഓൺലൈനില് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാ ഇപ്പൊ മൊത്തം എന്ത് തൊപ്പിയും മറ്റേ മമ്മുമായിട്ടുള്ള ജാസ്തിയായിട്ടുള്ള പ്രശ്നം. ഞാൻ കറക്റ്റ് അതിന്റെ ആൻസർ വിശദീകരിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാല്ല. തൊപ്പി എങ്ങനത്തെ ഒരുത്തന്, തൊപ്പി ഏത് രീതിയിലൊരുത്തൻ. ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ പോയിട്ട് ഒന്ന് കാണും. ഞാൻ ഇപ്പോൾ അവിടെ 2 വർഷത്തോളമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർ ഭയങ്കര ഹാപ്പി, ഇവർ നല്ല വൈബും, ഇവർ ഗ്യാങ്ങിൽ നമുക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനിക്കും വരുത്തുന്നുണ്ട്, എല്ലാവർക്കും വരുത്തുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങളെ ഗ്യാങ്ങിൽ കയറ്റം, നിങ്ങളുടെ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, എനിക്കും കൂടി കയറിയിട്ട് അവിടെ സന്തോഷിക്കണം. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നെ വെച്ചോ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ഷെമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട് എല്ലാവരും അതങ്ങനെയാണ്. കാരണം നമ്മളോട് അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാം, ശരിക്കും നമ്മൾ അവിടെ അവൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷെമീറിനെ കാണുന്നത്, ബാക്കിയുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പൈസ വേണം. നമ്മൾ എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും, ഇത് അവൻ തന്നെ പറഞ്ഞ കാര്യം, എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും എന്തൊക്കെ ഇത് പറഞ്ഞാലും ജീവിക്കാൻ പൈസ വേണം. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഓന്. എന്നിട്ട് ഓൻ എന്തുകൊണ്ട് നമ്മളോട് ഈ ചതി ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 രൂപ വീട്ടിലേക്ക് അയക്കാനോ, അല്ലെങ്കിൽ പെങ്ങളെ ഒരു ആവശ്യത്തിന് വരുമ്പോൾ തരാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവന്റെ വീട് ഓട് കൂട്ടി ചോർന്ന് കിടക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും ഓൻ്റെ ഷൂ തുടക്കലും ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും സമ്പാദിച്ചതിൽ നമ്മൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഈ സഡ്ഡി കഴിച്ച് ഇത് ബുദ്ധിമുട്ടാക്കി സാലറി കൊടുത്തിട്ടാണെന്നല്ല പറയുന്നത് ഈ മമ്മു ഷെമീറെല്ലാം. ഒരു സമയത്ത് ഞമ്മ ദുബൈയിൽ ഒരു പരിപാടിക്ക് വേണ്ടി തൊപ്പീനെ ക്ഷണിച്ചിട്ടുണ്ടായിന്. ചില സാങ്കേതിക പ്രശ്നത്താൽ ആ പരിപാടി നടന്നിട്ട. വാട്ടെവർ തൊപ്പി ഫസ്റ്റ് പറഞ്ഞ പേരാണ് മമ്മു, ഷെമീർ, റാംബോ എന്നുള്ള പേരെല്ലാം. ഞങ്ങൾക്ക് ഒറ്റക്ക് വരാൻ പറ്റിയില്ല. ഒരു പരിപാടിക്കാണെങ്കിൽ ഞാൻ ഒറ്റക്ക് പോക്കില്ല. ദുബൈയിലത്തെ എന്ത് പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ മമ്മു, ഷെമീർ ഇവരെല്ലാം പോകണമെന്നാണ് തൊപ്പി പറഞ്ഞത്. അത് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചിട്ടല്ലോ, തൊപ്പീൻ്റെ പൈസയിൽ തന്നെയല്ലോ ഓനെത്തിക്കുന്നത്. നിങ്ങൾ കുറച്ചെങ്കിൽ ചിന്തിക്ക്, പറയുമ്പോൾ കുറച്ചെങ്കിൽ ചിന്തിക്ക് തൊപ്പി നിങ്ങൾ എങ്ങനെയാ നോക്കിയെന്ന്. പിന്നെ നമ്മളെ തൊപ്പി ഫേക്കാണ് ഒരുത്തന്റെ വീഡിയോ കണ്ട് അവനോട് ഞാൻ ഒന്ന് പറയാനുള്ള, നീ ഒരക്ഷരം ഉണ്ടാകായതാ. നീ ഏടിന് വന്നൊരുത്തന്, ഏത് രീതിയിൽ വന്നൊരുത്തന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയും. ഓക്കെ, ബോളന്മാരായിരിക്കും, നമ്മൾ ഈ കാണുന്ന ഓഡിയൻസ് ആയിരിക്കും ബോളന്മാർ. അതെന്തോ ആട്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തില് തൊപ്പി നെഗറ്റീവ് കമന്റുകളെ പോസിറ്റീവ് ആക്കിയിട്ട് എടുത്ത് ഒരുത്തനാണ്. ഹേറ്റേഴ്സിനെല്ലാം ഫാൻസ് ആക്കി ഒരുത്തനാണ്. ഒരു സമയത്ത് തൊപ്പിക്ക് ബാഡ് കമന്റ് ഇട്ടവനാണ് ഞാൻ, യോനല്ലോ. പക്ഷെ ഇപ്പൊ എന്താ തൊപ്പി അത് മാറ്റിയെടുത്ത് ചാരിറ്റിയിലൂടെയും എല്ലാത്തിലൂടെയും ഒരു ടീം എന്നോന് ബിൽഡാക്കി. നമ്മളെ തൊപ്പിയില്ല ഇപ്പൊ റിയാക്ട് ആക്കാത്ത എന്തുകൊണ്ട് പറഞ്ഞ ഞാൻ പറയാം, ഒരു ഷൂട്ടിന്റെ സമയമാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട ആൾക്കാരുടെ വലിയ പുണ്യാളന്മാരെന്ന് വിചാരം. ഓരോ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയും, എനിക്കറിയില്ലേ. പറയണ്ട മുത്ത. അപ്പോ തൊപ്പിനെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളെ ചോദ്യത്തിന് നമ്മ വേണമെങ്കിൽ ഉത്തരം നൽകാം. ഇനി വേണമെങ്കിൽ ആ നമ്മ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഏത് മറ്റേ ദുബൈക്കൊണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മ എക്സ്പോസ് ആക്കിയിരിക്കും. എന്താ പറഞ്ഞെങ്കിൽ അവന്റെ മനസ്സ് എന്ന് പറഞ്ഞ അത്രയും നല്ല മനസ്സാക്ഷിയുള്ള ഒരു മനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും തൊപ്പി റിയൽ ആയിട്ട് എങ്ങനെയാണ്, ഓരോടത്ത് എങ്ങനെയെന്നല്ല, ഓറ് വരെ അറിയാണ്ടാന്ന് ഓരോ ദുബൈക്ക് കൊണ്ടാണ് തൊപ്പിന്റെ നോക്കാണ്ട്. തൊപ്പി എങ്ങനെ അറിയാം എന്നോട് പറഞ്ഞത്, എടാ ഞാനല്ലടാ എന്റെ മമ്മു. അവൻ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിക്കില്ല ആകാശത്തിൽ ഫ്ലൈറ്റ് പോകുന്ന കണ്ടിട്ടുണ്ടോ, പക്ഷെ ഫ്ലൈറ്റ് പോലും കൊണ്ടല്ലോ അടുത്തേക്ക് പോയിന്റെ അടുക്ക് മമ്മൂന്റെ തായ്ലാൻഡില്. അതെല്ലാം നിങ്ങൾ ഇത് പൈസ വാങ്ങിട്ട് കൊണ്ടുപോയതായിരിക്കും. അപ്പൊ എന്തെന്ന് പറഞ്ഞെങ്കിൽ അത്രക്കും നല്ല ചോറിന് നന്ദിയില്ലാന്ന് പറയുന്നത്. പിന്നെ തൊപ്പീനെ പറ്റി ഞാൻ എത്ര ആളെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ആയിട്ട് തിരിച്ചു മറുപടി ആയിട്ട് നമ്മൾ എത്തും. പിന്നെ ഇതിന്റെ യഥാർത്ഥ ഇത് ഞമ്മ പുറത്ത് കൊണ്ടുവരും. കാരണം അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പൊ അത് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ ഇന്നേക്ക് ബൈ.